IPL നിന്ന് വരുന്ന ഏറ്റവും പുതിയ ന്യൂസ് ആൻഡ്രെ റസൽ അതുപോലെ ഫാഫ് ഡു പ്ലസീസ് എന്നിവരുടെ വാർത്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഫാഫ് ഡു പ്ലസീസ് ഈ വർഷം IPL കളിക്കുന്നില്ല. അദ്ദേഹം IPL നിന്ന് റിട്ടയർഡ് ആയിട്ട് PSL പാകിസ്ഥാൻ പ്രീമിയർ ലീഗിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അതായത് നല്ലൊരു ഇതാണ്, നമുക്ക് മൂവ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നുവെച്ചാൽ അയാൾ അത്യാവശ്യം കഴിഞ്ഞ സീസണിലൊക്കെ വലിയ പെർഫോമൻസ് ഒന്നുമില്ല. ആളുടെ ഒരു പഴയ ഡുപ്ലസിസിൻ്റെ ഒരു പവറൊന്നും തന്നെ ഇല്ല. അത് ആർ സി ബിയിലേക്ക് പോയപ്പോൾ തൊട്ടേ പുള്ളി ഒരു ഇതിലായിരുന്നു. അപ്പം പിന്നിപ്പോൾ ഈ വർഷം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അൺസോൾട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അദ്ദേഹം IPL ഇനി വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഡൊമിനിയൊക്കെ ചെയ്ത പോലെ ഒരു അൺസോൾഡായിട്ട് പോയിട്ട് അതിൻ്റെ ഒരു ഇത് ആവശ്യമില്ലായിരിക്കും. ഓൾറെഡി അദ്ദേഹത്തിന് അവരുടെ ആഭ്യന്തര കലവും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ തന്നെ ആൾ റിട്ടയർഡ് ആയതാണ്. ഇനി കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു 2-3 ഇയർ കളിക്കാനായിട്ട് പാകിസ്ഥാൻ പ്രീമിയർ ലീഗിൻ്റെ ഇതുകൊണ്ട് പറ്റും. ആളുടെ ബിസിനസ് ആയിട്ടുള്ള ഇതാണ് നോക്കുന്നത്. ഇതിനെ ചിലവരൊക്കെ ഇപ്പം പുള്ളി ഏതാണ്ട് വലിയ ഇവിടെ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയവർക്കൊക്കെ പറയുന്നു. അത് അവന്മാരുടെ വിവരക്കേട് കൊണ്ടാണോ, വിവരമില്ലായ്മ കൊണ്ടാണോ, അല്ല വിവരം കൂടിപ്പോയാണോ നമുക്കറിയത്തില്ല. സ്പോർട്സാണ്, സ്പോർട്സിനെ ആ കണ്ണിലൂടെ കാണുക. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ റസലിനെ കുറിച്ചാണ് പറയുന്നത്. KKRൻ്റെ റസൽ ഹിറ്റർ. അപ്പോൾ അവർ റസലിനെ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ CSK ആരാധകർ ഒരുപാട് പ്രതീക്ഷയാണ്. ചെന്നൈയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോലും റൂമർ പറഞ്ഞിരിക്കുന്നത് ഫുൾ ഓൺ അറ്റാക്ക് റസലിന് വേണ്ടി പോകും, അവർക്ക് റസലിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയായപ്പോൾ നമ്മളും പ്രതീക്ഷിച്ചു. റസലും കൂടി ടീമിൽ വരുമ്പോഴത്തേക്ക് മാക്സി ഗ്രീൻ വരുന്നതിനേക്കാളും ഒരു ഇമ്പാക്റ്റ് റസലിനുണ്ടാക്കാൻ റസലെന്ന് വെച്ചാൽ പക്ക ഹിറ്ററാണ്. അപ്പം ആ ഒരു വഴി നമ്മുടെ അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് മിക്കവാറും നോക്കുന്നത് ഒരു നല്ലൊരു ഹിറ്ററിനെ എന്തായാലും നോക്കും. മാക്സ്വെലിനൊക്കെ നോക്കും എന്നുള്ളതാണ് സംശയമാണ്. എന്നുവെച്ചാൽ സ്പിന്നർ കട്ട് കളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ അയാളുടെ ഒരു ഏജും, പിന്നെ ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ മാക്സിയുടെ കയ്യിലുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല മാക്സ്വെലിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് തന്നെ. ചില ആൾ പരാജയമാണ് ഇപ്പോൾ. പിന്നെ ഗ്രീൻ അത്യാവശ്യം നല്ല ബോളറാണ്. പക്ഷേ ഗ്രീന് വേണ്ടി വലിയൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കി ചെന്നൈയിലേക്ക് കൊണ്ടുവരേണ്ട ഇത്രയൊരു ആവശ്യം ചെന്നൈക്ക് ഇല്ല. വേറൊരു നല്ലൊരു പവർ ഹിറ്ററെ ആയിരിക്കും മിക്കവാറും നോക്കുന്നത്. അപ്പം ആളെ കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കും. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാ പറയുന്നത്, കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരുന്ന പോലെ നമുക്ക് ചെന്നൈക്ക് ആഘോഷിക്കാനും മാത്രം നല്ലൊരു പ്ലെയറിനെ ചെന്നൈ മാനേജ്മെൻറ്റ് കൊണ്ടുവരും.